BJP ജയിക്കേണ്ട കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. താമര എന്നത് വികസനത്തിൻ്റെ ഒരു സിമ്പലായി കഴിഞ്ഞു. വികസനമാണ് BJPയുടെ മുഖമുദ്ര. ഓരോ വർഷം ചെല്ലുന്നതോറും ഭൂരിപക്ഷം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. BJP NDA സംബന്ധിച്ച് ഒരു വികസനത്തിൻ്റെ നരേന്ദ്രമോദി ഫാക്ടറുണ്ട്. സംഘത്തിലേക്കുള്ള ഒരു കടന്നുവരവും സംഘത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഈ രാജ്യത്തിന് ഹിതമാവുന്ന കാര്യം ഏതാണെന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കേണ്ട വഴി സംഘപ്രവർത്തനമാണ്. കേരളത്തിലെ മണ്ണ് BJPക്കുള്ളതാണ്. കേരള ജനത BJPക്ക് നൽകുക തന്നെ ചെയ്യും. മോദിജിയുടെ ഭരണം വന്നാലാണ് യഥാർത്ഥത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാടാൻ പോകുന്നത്. BJP കൊച്ചിൻ കോർപ്പറേഷൻ അധികാരത്തിൽ വരും. രാജ്യത്തിൻ്റെ നന്മയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് BJPയിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. രവിപുരം 10ാം വാർഡ് NDA BJP സ്ഥാനാർത്ഥി CG രാജഗോപാൽ, നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട മുത്തു ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. എങ്ങനെ പോകുന്നു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? വളരെ നല്ല നിലയിൽ. BJP NDA സംബന്ധിച്ച് ഒരു വികസനത്തിൻ്റെ നരേന്ദ്രമോദി ഫാക്ടറുണ്ട്. അതുകൊണ്ട് ഇന്ന് BJPയുടെയും NDAയുടെയും പ്രവർത്തകർ വളരെ ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങളുടെയും ഒരു വിശ്വാസമാണ് NDA എന്നുള്ളത്. കാരണം വേറെ ജനങ്ങളെ സംബന്ധിച്ചൊരു വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം വികസനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, രാജ്യത്തിൻ്റെ നന്മയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് BJPയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ BJP ഇന്ന് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും ഒരു സ്നേഹസാഗരമാണ്, കരുണയാണ്, ദയയാണ്. അതാണ് BJP. ഇപ്പം ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഘം വഴിയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കുന്നത്. സംഘത്തിലേക്കുള്ള ഒരു കടന്നുവരവും സംഘത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെയാണ്? എൻ്റെ കുടുംബത്തിൽ പണ്ടെല്ലാവരും കോൺഗ്രസ് ആയിരുന്നല്ലോ. അപ്പോൾ എൻ്റെ തറവാടുമായി ബന്ധപ്പെട്ട K കരുണാകരനൊക്കെ ലീഡർ അവരൊക്കെ പങ്കുണ്ട്. പക്ഷേ കാലക്രമത്തിൽ ഞങ്ങളുടെ സംഘപരിവാറിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെയാണല്ലോ വരുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്നൊരു ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്കറിയാം എല്ലാ കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് വന്ന പല ആളുകളും ഇന്ന് BJPയിലുണ്ട്. അപ്പോൾ ആ ഐഡിയോളജി അത് അത്ര എല്ലാം സുഖകരമാവണമെന്നില്ല. ഓരോരുത്തരും ചിന്തയുണ്ടല്ലോ. അപ്പോൾ നമുക്കിതാണ് ഹിതമാണെന്ന്, ഈ രാജ്യത്തിന് ഹിതമാവുന്ന കാര്യം ഏതാണെന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കേണ്ട വഴി സംഘപ്രവർത്തനമാണ്. സംഘം ഒരു നിസ്വാർത്ഥം സേവനത്തിൻ്റെ ഒരു വഴി വെട്ടി തുറന്നു കൊടുക്കുന്ന ഒരു സംഘടനയാണ്. ശാഖയുടെ പ്രവർത്തനം കൊണ്ട് കടന്നു വന്നു, പിന്നെ രാഷ്ട്രീയ മേഖലയിലേക്ക് വന്നു, എല്ലാം. അപ്പോൾ വ്യക്തി നിർമ്മാണം നടത്തുക എന്നുള്ളതാണ് സംഘത്തെ സംബന്ധിച്ചുള്ളത്. ഒരുപാട് ആശയങ്ങളും ആദർശങ്ങളും നമ്മളിൽ വളർത്താൻ വേണ്ടി സംഘത്തിലൂടെ കടന്നു വരികയാണെങ്കിൽ സാധിക്കും. അപ്പോൾ അതിൽ വളരെ അഭിമാനപൂർവ്വമായി ഇപ്പം ഞങ്ങളെയൊക്കെ ഈ നിലയിൽ എത്തിച്ചത് സംഘത്തിലൂടെയുള്ള ശാഖയിലൂടെയുള്ള നടന്നു നീങ്ങലാണെന്നാണ്. അത് അഭിമാനത്തോടെ കാണുന്ന ഒരാൾ. ഡിസംബർ 9-ാം തീയതി ജനവിധി തേടുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണം കേട്ടോ. എല്ലാവർക്കും ആശംസ നേരണം. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് രസമാണ്. ഇപ്പോൾ ദൈവം വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു തരം മുത്തു ജയിക്കണോ, മുത്തുവിൻ്റെ കൂടെ മത്സരിക്കുന്ന മറ്റുള്ളവർ ജയിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ തോറ്റാലും മറ്റുള്ളവർ ജയിക്കണമെന്ന്. നമ്മുടെ അത് ആ ജയിക്കേണ്ടത് BJP ജയിക്കേണ്ട കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ മറ്റ് പാർട്ടികൾ മത്സരിക്കുന്നവർ തോക്കണം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം പറയുന്നത് രാജ്യമാണ് വലുത്, രാഷ്ട്രമാണ് വലുത്, അതിന് മേലിലേക്ക് ഒന്നുമില്ല. അപ്പോൾ നേരത്തെ നമുക്കറിയാം ഭാരതാംബയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. എന്താണ് ആ കുട്ടികൾ പാടിയത്? പരമപവിത്രമാതാ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ, അതല്ലേ പാടിയത്? പുണ്യവാഹിനി എന്നൊക്കെ പറഞ്ഞ് പാടിയപ്പോൾ അത് എത്ര മനോഹരമായ സങ്കല്പമുള്ളൊരു അമ്മയെ വർണ്ണിച്ചുകൊണ്ട് പാടിയതാണ്. അതുപോലും പാടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പാടും ഈ നാട്ടിൽ? അമ്മയെ പൂജിക്കാൻ പാടില്ലെന്ന് പറയുന്ന മറ്റാരെ പൂജിക്കും? കാർൽ മാർക്സിനെ പൂജിക്കണം. നമുക്ക് കാർൽ മാർക്സ് ഉൾപ്പെടെയുള്ള എനിക്ക് അവരെക്കുറിച്ച് ബഹുമാനമുണ്ട് വേറെ തരത്തിൽ. പക്ഷെ ആദരവും ബഹുമാനവും രണ്ടും രണ്ടാണ്. അപ്പോൾ നമുക്ക് നരേന്ദ്രമോദിയെ ബഹുമാനമുണ്ട് ഇല്ലേ, ആദരവും ഉണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ, അദ്ദേഹം, ഞാൻ ആ പേര് പറയാൻ പോലും ഞാൻ അത്ര ചെറിയ ഒരു പാർട്ടി തലത്തിൽ പ്രവർത്തിക്കുന്നതാണ്. കേരളത്തിൻ്റെ ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി.
പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലത്ത് വലിയ ആളാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോടാണ് എനിക്ക് ഉള്ള എതിർപ്പ്. ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ നമ്മളെക്കാൾ മുന്നേ രാഷ്ട്രീയത്തിൽ വന്ന് കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ചവരാണ്. പക്ഷേ ആ ഐഡിയോളജി കാലഹരണപ്പെട്ടതായിരുന്നത് അത് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഐഡിയോളജി ഈ നാടിന് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കൊള്ളില്ല. ഇപ്പോൾ ഒരു കണ്ടുപിടുത്തമാണെങ്കിൽ ആ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടും. പക്ഷേ ആ കണ്ടുപിടുത്തം കൊണ്ട് സമൂഹത്തിന് ഗുണകരമല്ലാത്തതാണെങ്കിൽ എന്താണ്? പിന്നെ നമുക്ക് വലിയൊരു അഭിമാനമുണ്ട്. ഇപ്പോൾ ജനം TV എന്നും ജനങ്ങളോടൊപ്പമാണ്. ശബരിമല കാലത്ത് ഉൾപ്പെടെ എനിക്ക് കാര്യങ്ങളറിയാം. ജനങ്ങളുടെ പക്ഷം നിന്ന് സംസാരിക്കുന്നു. മറ്റു പല ആളുകളും ജനം TVയെക്കുറിച്ച് പറയുന്നത് എന്താ പറയുക, പ്രത്യേകിച്ച് ആയതുകൊണ്ടെന്നൊക്കെ പറയും. പക്ഷേ നിഷ്പക്ഷമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റു ജനങ്ങൾക്ക് പറയും. ഇതിൻ്റെ അകത്തൊരു ചെറിയ കാര്യം വെച്ചാൽ നരേന്ദ്രമോദി എന്ന ആ ഒരു വലിയ ഐതിഹാസിക പുരുഷൻ്റെ ചിത്രം പോസ്റ്ററിൽ പതിച്ചിട്ട് താഴെ അശോകനെ ജയിപ്പിക്കുക അല്ലെങ്കിൽ മറ്റേ ആൾ ജയിപ്പിക്കുക എന്ന് ഒരു പടം എടുത്ത് അവരുടെ പടം വേണം, സ്ഥാനാർത്ഥിയുടെ പടം വേണമെന്നില്ല, നരേന്ദ്രമോദി വയ്ക്കുക. ഇത് പടം വെച്ച് ജയിക്കാൻ മത്സരിക്കാൻ പറ്റിയ ഏക രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇന്ത്യയിലുള്ളത് BJP ആണ്. മറ്റു പാർട്ടികൾക്ക് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച്, ഞാൻ അദ്ദേഹത്തെ കൊട്ടും കുറച്ച് പറയുന്നില്ല കേട്ടോ, അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്. മറ്റുള്ളവർ എന്നേക്കാൾ 1-2 വയസ്സ് പ്രായം കൊണ്ട് ഇതുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകളുണ്ടാവും, കുറവുകളുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചിട്ട് എല്ലായിടത്തും വോട്ട് പിടിക്കാൻ സാധിക്കുമോ? UPയിൽ പോയി വോട്ട് പിടിക്കാൻ പറ്റുമോ? ബീഹാറിൽ സാധിച്ചില്ലല്ലോ. അതുപോലെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട CMൻ്റെ. ഇന്ന് പല സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് CPMന് പല സ്ഥലത്തും. പല സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ചിഹ്നം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്ററിൽ. നമുക്ക് താമര മാത്രം ഇങ്ങനെ വെച്ചാൽ മതി. താമര എന്നത് വികസനത്തിൻ്റെ ഒരു സിമ്പലായി കഴിഞ്ഞു. മുമ്പ് 10-30 വർഷമൊക്കെ ഈ താമര നമ്മുടെ ചിഹ്നം ഒട്ടിക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഇതിൽ ആരും വോട്ട് ചെയ്യില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പ്രവർത്തകരോട് പറഞ്ഞു വെച്ചാൽ ഇന്ന് വർഷങ്ങളിങ്ങനെ നീണ്ട പ്രയത്നത്തിന് ശേഷം താമര ഒട്ടിച്ചപ്പോൾ ആ താമര നമുക്ക് അഭിമാനത്തോടെ ഒട്ടിക്കാം. പണ്ട് നിരാശയോടെ വിഷമിച്ചൊക്കെ ഒട്ടിക്കാറുണ്ട്, കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ. പക്ഷേ ആ ഓർമ്മകളുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം, പ്രവർത്തകർ എന്ന് പറയുന്നത് സുഹൃത്തുക്കളോടൊപ്പം, പ്രവർത്തകർ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ റിഫൈൻഡ്. നമ്മുടെ സുഹൃത്തുക്കൾ, പിന്നെ എൻ്റെ ടീം. എനിക്ക് മറ്റു കാര്യങ്ങളില്ല. ടീം നല്ല അടുക്കം ചിട്ടയായിട്ടുള്ള 5 പേരുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും ഫൈറ്റേഴ്സാണ്. ഡെഡിക്കേഷൻ, ഗ്രേറ്റ് സല്യൂട്ട് അവർക്ക് കൊടുക്കുന്നു. വെച്ചാൽ ഈ സീറ്റ് ജയിക്കുക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയവും വേണ്ട. അതിൽ നിർണായക ശക്തികൾ ആ ടീം സ്പിരിറ്റാണ്. ഒരു വിജയത്തിന് ടീം സ്പിരിറ്റ് വളരെ അത്യാവശ്യമാണ്. അത് പല സ്ഥാനാർത്ഥികളും, പിന്നെ എന്നെക്കൊണ്ട് പറ്റാവുന്ന പല സ്ഥാനാർത്ഥികളെയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു സുവർണ്ണ കൊച്ചിക്കായി നാം കാത്തിരിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. BJP കൊച്ചിൻ കോർപ്പറേഷൻ അധികാരത്തിൽ വരും. താങ്ക്സ് ടു മോദി നടപ്പിലാക്കിയ, കൊച്ചി നഗരത്തിന് വേണ്ടി നടപ്പിലാക്കിയ CSML വഴിയുള്ള ഫണ്ട് നൽകുക, ടോയ്ലറ്റ്, സ്ട്രീറ്റ് ലൈറ്റ്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് നൽകിയ തുകകൾ, വാട്ടർ മെട്രോ. ഇനിയാണ് മോദിജിയുടെ ഭരണം വന്നാലാണ് ഗോഡ്സ് ഓൺ കൺട്രി മുമ്പ് വാചകങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. ഇനിയാണ് യഥാർത്ഥത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാടാൻ പോകുന്ന ആ അവസരം എൻ്റെ കേരളത്തുകാർ കൈവിടരുത്. കേവലം വാക്കുകൾ കൊണ്ട്, അക്ഷരങ്ങൾ വായിച്ചതുകൊണ്ട് കാര്യമില്ല. ഹൃദയപൂർവ്വം വായിക്കണം. ഞങ്ങൾക്ക് ആരോടും പരിഭവമില്ല, ഞങ്ങൾക്ക് ആരും എതിരാളികളില്ല. ഞങ്ങൾ സ്നേഹപൂർവ്വം എല്ലാവരെയും ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരിച്ചറിവിൻ്റെ നാളുകളാണ്. ഞങ്ങളെ ഉപദ്രവിച്ചവരെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും ഒരുപോലെ തന്നെ ഞങ്ങൾ ഈ അവസരത്തിൽ 5ാമത്തെ തവണയാണ് ജനവിധി തേടുന്നത്. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു ഈ 5 തവണത്തെ? 5 വളരെ രസകരമാണ്. 5നും ഓരോരോ എക്സ്പീരിയൻസ് ആണ്. 5-നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ജനിച്ചത് 5-ാം തീയതിയാണ്. 5-ാം മാസമാണ്, 55ആണ്. 5-5-55. അപ്പോൾ അതുകൊണ്ട് എബ്രഹാം ലിങ്കൺ എത്ര തവണ തോറ്റു? അപ്പോൾ ഈ തോൽവികൾ എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തോൽവികൾ നല്ലതാണ്. ജീവിതത്തിൽ തോൽക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ തോറ്റാൽ പിന്നെ ജയിക്കും.
നേരെ ജയിച്ചു പോകുന്നതിൽ നല്ല തോറ്റാണ് പോകേണ്ടത്. തോൽക്കുമ്പോൾ ഒന്ന് ഇരിക്കും, എവിടെയാണ് തോറ്റതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, മുള്ളുള്ള പാതയിലൂടെ നടന്നു നീങ്ങിയാൽ നമുക്ക് വേദനകൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. റോസാപുഷ്പമിട്ട വേദിയിലൂടെ നടന്നു പോകുമ്പോൾ കാലുകളൊക്കെ വളരെ മൃദുല സ്പർശ ആയി നടന്നു പോകും. അതുപോലെ പല ആളും ഞാൻ വേറെ എക്സാമ്പിൾ പറയാറുണ്ട്. നല്ല തിരക്കുള്ള ഓഫീസിൽ പണിക്ക് പോകണം, ഭയങ്കര പണിയാണ് സാർ എന്ന് പറയും, ഭയങ്കര ജോലിയാണ് കുറയുന്നു. പക്ഷെ അങ്ങനെ ഭയങ്കര ജോലിയുടെ സ്ഥലത്ത് പോയാലേ പഠിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ കഷ്ടപ്പെടണം, വിശപ്പിൻ്റെ വേദന അറിയണം, കണ്ണീരിൻ്റെ വേദന അറിയണം. ഇപ്പം ആദ്യ ഇലക്ഷന് നിന്നതിൽ നിന്ന് ഇപ്പം നിൽക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? എൻ്റെ ആദ്യത്തെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏതറിയോ, ഞാൻ മാത്രമല്ല, നമ്മളെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ട്, അതുവരെ നമ്മൾ ഛർദ്ദിച്ചു പോകും. കാരണം അന്ന് 2013 സ്ഥാനാർത്ഥിയാകുമ്പോൾ അന്ന് BJPയുടെ പ്രസക്തിയെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കണം. സ്ഥാനാർത്ഥി തന്നെ പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നു, സ്ഥാനാർത്ഥി തന്നെ കവലപ്രസംഗം നടത്തുന്നു, സ്ഥാനാർത്ഥി തന്നെ രാവിലെ കുളിച്ച് വോട്ടഭ്യർത്ഥിക്കാൻ പോകുന്നു. അപ്പോൾ അന്ന് രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിൽ ഞാൻ മനസ്സിലാച്ചപ്പോൾ മുത്തു കൂടെ ആളില്ലെന്ന് ചോദിക്കും. അപ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുക്കണം. എന്താണെന്നറിയോ, എൻ്റെ നാട്ടുകാരെ കാണാൻ 1000 പേര് ആവശ്യമില്ലല്ലോ, നമുക്ക് പറയാൻ പറ്റും ആളില്ലാന്ന്. എൻ്റെ നാട്ടുകാരെ കാണുമ്പോൾ 1000 പേരുടെ ആനവട്ടവും വെഞ്ചാമരമായിട്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷെ അന്ന് ആളില്ല. പക്ഷെ ഇന്ന്, അതായത് KG മാരാർ തൊട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ, O രാജഗോപാൽ, രാമൻപിള്ള, പിന്നെ ശ്രീധരൻ മാഷ്, പിന്നെ CKP, PK കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള, പിന്നെ V മുരളീധരൻ, അങ്ങനെ സുരേന്ദ്രൻ, ഇങ്ങനെ അവർ കടന്നു വന്നു. അപ്പോൾ അവരെല്ലാം ചെയ്തത് ഓരോരുത്തരും ഓരോ അടി അടിച്ചിട്ടാണ് കടന്നു വന്നേക്കുന്നത്. ഇനി വരുമ്പോൾ 99 അടി അടിച്ചു കഴിഞ്ഞു, ഇനി 100ാമത്തെ അടി എല്ലാ ആളുകളും ചേർന്ന് അടിക്കുമ്പോൾ പൊട്ടും. BJPയുടെ ഒരു വളർച്ച നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഓരോ വർഷം ചെല്ലുന്നതോറും ഭൂരിപക്ഷം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. BJPക്ക് പ്ലസ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, വികസനമാണ് BJPയുടെ മുഖമുദ്ര. അപ്പോൾ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും BJPയിൽ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അവരെ സംബന്ധിച്ച്. കാരണം ഇത് അവസാന ബസ്സാണ് അവരെ സംബന്ധിച്ച്. ഈ ബസ്സിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മുടെ വന്ദേ ഭാരത് കിട്ടുകൊടുത്തില്ലേ, ആ സ്പീഡിലാണ് ഓടുന്നത്, പഴയ ട്രെയിനൊന്നുമല്ല. അപ്പോൾ ആ തരത്തിൽ കൊച്ചിയുടെ വികസനം, കേരളത്തിൻ്റെ വികസനം സാധ്യമാവണമെങ്കിൽ, കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ BJP എന്ന പ്രസ്ഥാനത്തിൽ ചേർന്ന് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എനിക്ക് പണ്ട് പറയുമായിരുന്നു, അത് നമ്മൾ ഇലക്ഷൻ ഓടാൻ നേരത്ത് അത് ഇന്ന സ്ഥലത്ത് അത് എന്താ പറയുക, കീ വോട്ടറാണ് അല്ലെങ്കിൽ മറ്റാൾ വോട്ടർ. ഇവിടുത്തെ ഓരോ ആളും കീ വോട്ടർ തന്നെയാണ്. ഒരു വോട്ട് ചെയ്യുന്ന ആളും കീ വോട്ടറാണ് രാഷ്ട്രീയത്തിൽ. അവിടെ അദ്ദേഹം പറഞ്ഞൊരു 50 വോട്ടുണ്ട്, 20 വോട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിന് ആ ഭാഗത്ത് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ഇവിടെ ഭാഷ പോലെയാണ് ഇത്. തൃശ്ശൂർ, ഇവിടുത്തെ ഭാഷ, എറണാകുളത്തെ ഭാഷയിലെ തൃശ്ശൂർ, ഈ കലൂരുള്ള ഭാഷയല്ല എളമക്കരയിലുള്ളത്, എളമക്കരയിലല്ല എടപ്പള്ളിയിലുള്ളത്, എടപ്പള്ളിയിലുള്ള കൊച്ചിയിലുള്ള കടവന്ത്രയിൽ. സ്ലാങ് വ്യത്യാസമുണ്ടാവും. ഇപ്പോൾ രാഷ്ട്രീയമായി ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. അപ്പോൾ അവരിൽ മാറ്റം തുടങ്ങി എന്ന് പറയുമ്പോൾ, കേരളത്തിൽ 75,000 വോട്ടുകൾ ഭൂരിപക്ഷം നൽകി BJPയെ തിരഞ്ഞെടുത്തവരാണ് കേരളത്തിലെ ജനത എന്ന് മനസ്സിലാക്കണം. തമിഴ്നാട്ടിലല്ലേ. അപ്പോൾ BJPക്ക് രാജീവ് ചന്ദ്രശേഖരും V മുരളീധരനും ശോഭാ സുരേന്ദ്രനൊക്കെ വളരെ വളരെ നിസ്സാര വോട്ടുകൾക്ക്, K സുരേന്ദ്രനൊക്കെ പുറകെ പോയത് വളരെ കുറച്ച വോട്ടുകൾക്കാണ്. അപ്പോൾ അതൊക്കെ വളരെ ഭാവിയിൽ കേരളത്തിലെ മണ്ണ് BJPക്കുള്ളതാണ്. കേരള ജനത BJPക്ക് നൽകുക തന്നെ ചെയ്യും. സുവർണകാലത്തിലേക്ക്, അതായത് സുവർണ കൊച്ചിയും സുവർണ കേരളവുമായി മാറാൻ പോവുകയാണ്. അതിനാണ് നരേന്ദ്രമോദി. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. നരേന്ദ്രമോദി വന്ന് ചരിത്രം വഴിമാറി. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. എനിക്കൊരു അവസരം തന്നതിൽ ജനത്തിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.